ഫെബ്രുവരി 2017 നടന്ന സപ്ലിമെൻ്ററി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എ പേഴ്സൺ ഹു ഡിസൈൻ ലോഞ്ചസ് ആൻഡ് റൺസ് എ ന്യൂ ബിസിനസ് ഈസ് നോൺ ആസ്. ഒരു പുതിയ ബിസിനസ് ഡിസൈൻ ചെയ്യുകയും അത് ലോഞ്ച് ചെയ്യുകയും അത് റൺ ചെയ്യുകയും ചെയ്യുന്ന ആളെ പറയുന്ന പേരെന്താണ്? ഓപ്ഷൻ സി, ഓൺട്രപ്രണർ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ സോട്ട് ടി സ്റ്റാൻഡ്സ് ഫോർ. സോട്ട് എന്ന് പറയുന്നതിൽ ടി എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതാണ്. സോട്ടിൽ ടി എന്ന് പറയുന്നത് ത്രെറ്റാണ്. സോട്ടിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് സ്ട്രെങ്ത്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി, ത്രെറ്റ് എന്നുള്ളതാണ്. സ്ട്രെങ്ത്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി, ത്രെറ്റ്. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാൻ ചാൻസ് സോട്ട് ഏത് ടൂളാണെന്ന് ചോദിക്കാം. സോട്ട് എന്ന് പറയുന്നത് പ്ലാനിങ് ടൂളാണ്. അതുപോലെ തന്നെ സോട്ട് എന്ന് പറയുന്നത് ഏത് ടൈപ്പ് അനാലിസിസ് ആണെന്ന് ചോദിക്കാം. സെൽഫ് അനാലിസിസ് ആണ്. സോട്ട് എന്ന് പറയുന്നത് സെൽഫ് അനാലിസിസ് ആണ്. ഏത് ടൂളാണെന്ന് ചോദിച്ചാൽ പ്ലാനിങ് ടൂളാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ആൻ ഒബ്ജക്റ്റീവ് ആൻഡ് സിസ്റ്റമാറ്റിക് കളക്ഷൻ, റെക്കോർഡിംഗ്, അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡാറ്റ അബൌട്ട് എക്സിസ്റ്റിംഗ് ഓർ പൊട്ടൻഷ്യൽ മാർക്കറ്റ് ഫോർ എ പ്രൊഡക്റ്റ് ഓർ സർവീസ് ഈസ് നോൺ ആസ്. ഒരു പ്രൊഡക്റ്റിൻ്റെയോ സർവീസിൻ്റെയോ മാർക്കറ്റിലെ അവസ്ഥ നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് കളക്ട് ചെയ്യുകയും റെക്കോർഡ് ചെയ്യുകയും അത് അനലൈസ് ചെയ്യുന്നതിനെ പറയുന്ന പേരെന്താണ് എന്നുള്ളതാണ്. സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിലെ ഒരു ഉൽപ്പന്നത്തിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ കളക്ട് ചെയ്യുകയും അതിനെ അനലൈസ് ചെയ്യുകയും ചെയ്യുന്നതിനെ പറയുന്ന പേര് മാർക്കറ്റ് സർവേ എന്നാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നാലാമത്തെ ക്വസ്റ്റ്യൻ, അഡ്വർടൈസ്മെൻറ്റ് ഈസ് എ ഫോം ഓഫ് മാർക്കറ്റിംഗ്. അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു മാർക്കറ്റിങ്ങിൻ്റെ ഫോമിൽ പെട്ടതാണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, GDP സ്റ്റാൻഡ്സ് ഫോർ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ആറാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രി. താഴെ പറയുന്നതിൽ ഏതാണ് ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രി? ലോണ്ടറി ഷോപ്പ് എന്ന് പറയുന്ന അലക്കുശാലകൾ, ഗ്രോസറി ഷോപ്പ് എന്ന് പറയുന്ന പലചരക്ക് കടകൾ, അതേപോലെ റിഫൈനറി, മിൽക്ക് ബൂത്ത്. ഇതിൽ ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രി എന്ന് പറയുന്ന റിഫൈനറിയാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, NSICയുടെ ഫുൾ ഫോം നാഷണൽ സ്മോൾ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് എ ഫോം ഓഫ് മണി ആഡഡ് ടു എ പേഴ്സൺ വേജസ് ആസ് എ റിവാർഡ് ഫോർ ഗുഡ് പെർഫോമൻസ്. നല്ല പെർഫോമൻസിന് നമ്മുടെ വേജസിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്ന പണത്തെ പറയുന്ന പേരെന്താണ് എന്നുള്ളതാണ്. ഒരു എംപ്ലോയിക്ക് നല്ല പെർഫോമൻസ് നടക്കുമ്പോൾ നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് നടത്തുന്നതിനെ പറയുന്ന പേര് ഓപ്ഷൻ എ, ബോണസ് എന്നുള്ളതാണ്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി എ മോട്ടിവേഷൻ ഫാക്ടർ. താഴെ പറയുന്നതിൽ ഒരു ജോലിക്കാരനുള്ള മോട്ടിവേഷൻ ഫാക്ടർ ഏതാണ്? ഓപ്ഷൻ എ, മണി. ഒരാൾക്ക് കൂടുതൽ സാലറി പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അയാൾ മോട്ടിവേറ്റഡ് ആവാം. അപ്പോൾ അതൊരു മോട്ടിവേഷൻ ഫാക്ടറാണ്. രണ്ട്, വർക്ക് എൻവയോൺമെൻറ്റ്. നല്ല വർക്ക് ചെയ്യാനുള്ള സാഹചര്യം, നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ വർക്ക് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അവിടെയും ജോലിക്കാർ മോട്ടിവേറ്റഡ് ആവാം. അപ്പോൾ അതും ഒരു മോട്ടിവേഷൻ ഫാക്ടറാണ്. മൂന്നാമത്തെ, പ്രൊമോഷൻ. നമുക്ക് ജോലിയിൽ സ്ഥാനക്കയറ്റം കിട്ടുമ്പോഴും നമ്മൾ മോട്ടിവേറ്റഡ് ആവും. അപ്പോൾ അതും മോട്ടിവേഷൻ ഫാക്ടറാണ്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും മോട്ടിവേഷൻ ഫാക്ടർ ആയതുകൊണ്ട് ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദീസ് ആണ് കറക്റ്റ് ആൻസർ. പത്താമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഡെവലപ്ഡ് കൺട്രി. താഴെ പറയുന്നതിൽ ഡെവലപ്ഡ് കൺട്രി ഏതാണ്? ഓപ്ഷൻ ഡി, ജപ്പാനാണ് ഡെവലപ്ഡ് കൺട്രി. 11ാമത്തെ ക്വസ്റ്റ്യൻ, KYC സ്റ്റാൻഡ്സ് ഫോർ നോ യുവർ ഡാഷ്. നോ യുവർ കസ്റ്റമർ എന്നാണ് KYC ഉപയോഗിക്കുന്നത്. ഫിനാൻഷ്യൽ സ്ഥാപനങ്ങൾ അവരുടെ കസ്റ്റമേഴ്സിൻ്റെ ഐഡൻറ്റിറ്റി ആൻഡ് അഡ്രസ് വെരിഫിക്കേഷൻ ഉപയോഗിക്കുന്നതാണ് KYC എന്ന് പറയുന്ന നോ യുവർ കസ്റ്റമർ എന്ന് പറയുന്നത്. 12ാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് സേഫ്റ്റി ആൻഡ് ഹെൽത്ത് ഈസ് ആപ്ലിക്കബിൾ ടു വർക്ക് പ്ലേസസ്. ഒക്യുപ്പേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് എന്നാണ് പറയുക. ഒക്യുപ്പേഷണൽ സേഫ്റ്റി, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 13ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കെമിക്കൽ ഹസാർഡ്. താഴെ പറയുന്നതിൽ കെമിക്കൽ ഹസാർഡ് ഏതാണ്? അമോണിയയാണ് കെമിക്കൽ ഹസാർഡ് എന്ന് പറയുന്നത്. 14ാമത്തെ ക്വസ്റ്റ്യൻ, ഇലക്ട്രിക്കൽ ഹസാർഡ് മേ ബി കോസ്ഡ് ഡ്യൂ ടു. ഇലക്ട്രിക്കൽ ഹസാർഡ് മേ ബി കോസ്ഡ് ഡ്യൂ ടു പെൻസിൽ സെൽ, ബട്ടൺ സെൽ, നെയ്ക്ക്ഡ് വയർ, ഇൻസുലേറ്റഡ് വയർ. ഇവിടെ നെയ്ക്ക്ഡ് വയറാണ്. പെൻസിൽ സെൽ, നമ്മൾ പെൻസിൽ ബാറ്ററി കൊണ്ട് നമുക്ക് ഇലക്ട്രിക്കൽ അപകട സാധ്യതകൾ ഇല്ല. അതേപോലെ ബട്ടൺ സെൽ, നമ്മൾ വാച്ചിലൊക്കെ ഉപയോഗിക്കുന്ന ബട്ടൺ സെല്ല് കൊണ്ടും ഇലക്ട്രിക്കൽ ഹസാർഡ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അതേപോലെ ഇൻസുലേറ്റഡ് വയറിൽ നമുക്ക് ഇലക്ട്രിക്കൽ ഹസാർഡിന് ചാൻസ് ഇല്ല. പക്ഷേ നെയ്ക്ക്ഡ് വയർ, ഇൻസുലേഷൻ ഇല്ലാത്ത വയറുകളിൽ നിന്ന് ഇലക്ട്രിക്കൽ ഹസാർഡ് ഉണ്ടാവാം. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 15ാമത്തെ ക്വസ്റ്റ്യൻ, CPR സ്റ്റാൻഡ്സ് ഫോർ കാർഡിയോ എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ്, കാർഡിയോ പൾമണറി റെസിസിറ്റേഷൻ എന്നുള്ളതാണ്. 16ാമത്തെ ക്വസ്റ്റ്യൻ, ദ 3 R ടു പ്രൊട്ടക്ട് ദ എൻവയോൺമെൻറ്റ്. എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന 3 R ഏതൊക്കെയാണ്?
നമ്മൾ ഇതിന് മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഡിസ്കസ് ചെയ്താണ് റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ. ഇതിൽ പിന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ റീസൈക്കിൾ എന്നാൽ എന്ത് എന്നുള്ളതാണ്. നമ്മൾ ഒരു ഡിസ്കാർഡഡ് മെറ്റീരിയലിനെ ന്യൂ യൂസ്ഫുൾ പ്രൊഡക്റ്റാക്കി മാറ്റുന്നതിനെ പറയുന്ന പേരെന്ത് എന്നുള്ളതായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. അതിനെ റീസൈക്ലിംഗ് എന്നാണ് പറയുക. അപ്പോൾ ഡിസ്കാർഡഡ് മെറ്റീരിയൽസിനെ, നമ്മൾ ഒഴിവാക്കപ്പെട്ട മെറ്റീരിയൽസിനെ പുതിയ പ്രൊഡക്റ്റാക്കി മാറ്റുന്നതിനെയാണ് റീസൈക്ലിംഗ് എന്ന് പറയുന്നത്. 17ാമത്തെ ക്വസ്റ്റ്യൻ, ഗ്ലോബൽ വാർമിംഗ് ഈസ് കോസിങ് ഡെപ്ലീഷൻ ഓഫ് ഡാഷ് ലെയർ. ഗ്ലോബൽ വാർമിംഗ് സംഭവിക്കുന്ന എന്തിന് ഡെപ്ലീഷൻ സംഭവിക്കുമ്പോഴാണ്? ഓസോൺ പാളിക്ക്, അതായത് ഓസോൺ ലെയറിന് ഡെപ്ലീഷൻ സംഭവിക്കുക. ഓസോൺ എന്ന് പറയുന്നത് ഓക്സിജൻ 3 ആണ്. 18ാമത്തെ ക്വസ്റ്റ്യൻ, വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ ഈസ് സെലിബ്രേറ്റഡ് ഓൺ 5th ജൂൺ. വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ എന്ന് പറയുന്നത് 5th ജൂൺ ആണ്. 19ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി ഡൺ ടു കൺസർവ് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റി കൺസർവ് ചെയ്യാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? യൂസ് LED. എന്ത് ചെയ്യുന്നു? പിന്നെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതൽ ഇലക്ട്രിക്കൽ ഉപയോഗം കൂടാനുള്ള കാര്യങ്ങളാണ്. അതായത് ഫിലമെൻറ്റ് ബൾബുകൾ ഉപയോഗിക്കുക, എല്ലാ സമയത്തും ലൈറ്റുകളൊക്കെ ഓൺ ചെയ്യുക, പിന്നെ നൺ ഓഫ് ദീസ് എന്നുള്ള പറയുന്ന ഒരു ഓപ്ഷനാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ യൂസ് LED എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. 20ാമത്തെ ക്വസ്റ്റ്യൻ, ESI ആക്ട് ഈസ് അപ്ലിക്കബിൾ ഫോർ. ESI ആക്ട് ഈസ് അപ്ലിക്കബിൾ ഫോർ വർക്കേഴ്സ് എന്നുള്ളതാണ്. ESI ആക്ട് അപ്ലൈ ചെയ്യുന്നത് എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് താഴെ പറയുന്നവർ എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത്? വർക്കേഴ്സിനാണ് അപ്ലൈ ചെയ്യുന്നത്, മാനേജേഴ്സിനോ ഡയറക്ടേഴ്സിനോ അല്ല. 21ാമത്തെ ക്വസ്റ്റ്യൻ, അപ്രൻറ്റീഷിപ്പ് ആക്ട് പാസ്ഡ് ഇൻ ദ ഇയർ. അപ്രൻറ്റീഷിപ്പ് ആക്ട് പാസ് ചെയ്തത് 1961 1961 22ാമത്തെ ക്വസ്റ്റ്യൻ, പേയ്മെൻറ്റ് ഓഫ് വേജസ് ആക്ട് ഗിവ്സ് ഗൈഡ് ലൈൻസ് റിലേറ്റഡ് ടു. പേയ്മെൻറ്റ് ഓഫ് വേജസ് ആക്ട് ഗൈഡ് ലൈൻസ് നൽകുന്ന എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? ഒന്ന് ഫിക്സിംഗ് ഓഫ് മിനിമം വേജസ്, പേയ്മെൻറ്റ് ഓഫ് മിനിമം റൈറ്റ് ഓഫ് വേജസ്, പേയ്മെൻറ്റ് ഓഫ് ഓവർ ടൈം, അതായത് മിനിമം വേജസ് കൊടുക്കുന്നതിനെക്കുറിച്ച്, അതേപോലെ മിനിമം റൈറ്റ് ഓഫ് വേജസിനെ കുറിച്ച്, പേ ചെയ്യുന്നതിനെക്കുറിച്ച്, അതേപോലെ ഓവർ ടൈം സാലറിയെക്കുറിച്ച്. അപ്പോൾ ഈ 3 കാര്യങ്ങളും പേയ്മെൻറ്റ് ഓഫ് വേജസ് ആക്ടിൽ ഇൻക്ലൂഡഡ് ആണ്. സോ ഓൾ ഓഫ് ദീസ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. 24ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, BIS സ്റ്റാൻഡ്സ് ഫോർ. BIS സ്റ്റാൻഡ്സ് ഫോർ മീൻസ് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് എന്നാണ്. BISൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡാണ്. അതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് ISIയുടെ ഫുൾ ഫോമാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അതേപോലെ ISOയുടെ ഫുൾ ഫോമാണ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡേർഡൈസേഷൻ. 24ാമത്തെ ക്വസ്റ്റ്യൻ, ക്ലീൻലിനെസ് ഇൻ എനി ഓർഗനൈസേഷൻ ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഹൗസ് കീപ്പിംഗ്. ഓക്കെ, ഒരു ഓർഗനൈസേഷനിൽ ക്ലീൻലിനെസ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനാണ്, ഹൗസ് കീപ്പിങ്ങിലാണ് വരുന്നത്. 25ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ക്വാളിറ്റി സർക്കിൾ വാസ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഡാഷ് ഫേം. ക്വാളിറ്റി സർക്കിൾ ഫസ്റ്റ് ടൈം ഇൻട്രൊഡ്യൂസ് ചെയ്തത് എവിടെയുള്ള ഫേംസിലാണ്? ഇന്ത്യൻ, അമേരിക്കൻ, ജർമ്മൻ, ജപ്പാനീസ് ഫേംസിലാണ് ക്വാളിറ്റി സർക്കിൾ ഫസ്റ്റായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, താങ്ക് യു.